ശ്രീ ഗുരുവായൂരപ്പ ശരണം. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ. വ്രതങ്ങളിൽ ശ്രേഷ്ഠം ഏകാദശി വ്രതം. വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യം. ദേവേന്ദ്രനും മറ്റു ദേവീദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാനെത്തുമെന്നും വിശ്വാസമുണ്ട്. ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കി. 1000 അശ്വമേധയാഗങ്ങൾക്കും 100 കണക്കിന് വാജപേയ യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ 16 അംശത്തോളം നന്മ വരികയില്ലെന്നാണ് നാരദപുരാണം ഓർമ്മിപ്പിക്കുന്നത്. ഗുരുവായൂർ ഏകാദശി ഐതിഹ്യം. കൃതയുഗത്തിൽ ദേവലോകമാക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങളെല്ലാവരും ഒത്തുചേർന്നു. യുദ്ധം തുടങ്ങിയതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്തു നിന്ന് വിവിധ ആയുധങ്ങളുമേന്തിയ ദിവ്യ തേജസ്വിയായ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു. ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീരൂപത്തോട് "ആരാണു നീയെന്ന് ഭഗവാൻ ചോദിച്ചു. ഞാൻ ഏകാദശിയാണെന്ന് അവൾ മറുപടി നൽകി. സന്തുഷ്ടനായ ഭഗവാൻ എന്തു വരം വേണമെന്ന് ചോദിച്ചു. എൻ്റെ ദിവസം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണുലോകം പുൽകുമാറാകണമെന്നും പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറുമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്തി ആദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു. ഭൂലോക വൈകുണ്ഠമെന്ന ഖ്യാതിയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മീദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണിത്. ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിച്ച ഈ പുണ്യദിനത്തെ ഗീതാദിനമായും വിശേഷിപ്പിക്കുന്നു. ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നു എന്നാണ് ഐതിഹ്യം. അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു അത്രേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കുവാൻ പുറത്തിറങ്ങുന്ന മഹാസുദിനം കൂടിയാണിത്. ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, വില്ലുമംഗലം സ്വാമികൾ, പൂന്താനം ശ്രീ ശങ്കരാചാര്യസ്വാമികൾ, കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചതും ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെട്ടതും ഈ സുദിനത്തിലാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിനവും ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും ഈ സുദിനത്തിലാണെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതും ഏകാദശി മഹാപുണ്യദിനത്തിലാണ്. ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം. വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമാണിത്. വൃശ്ചികമാസത്തിലെ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവ് കഴിഞ്ഞ് 11ാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ദ്വാദശി സംബന്ധമുള്ള ആനന്ദപക്ഷമെന്നും ഇതിനെ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ്
പൂർണ്ണ ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ഏകാദശി വ്രതം ഇങ്ങനെ അനുഷ്ഠിക്കാം. ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കലെടുത്തു വേണം വ്രതം ആരംഭിക്കാൻ. എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാന്റേതായിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം. ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിൽ ഭഗവാന് 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം, പുരുഷസൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം പാടില്ല. പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം. ഉപവാസമാണ് ഉത്തമം. തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ട്. ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. അതും ഗോതമ്പായിരിക്കണമെന്ന് മാത്രം. ബ്രഹ്മചര്യം നിർബന്ധമാണ്. അത്താഴം ഒഴിവാക്കി 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് 2-3 നാളിലെ പാപം മാറുമെന്നും, ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് 7 ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു. സർവ്വപാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക. പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം. ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശിയിൽ ഹരിവാസര സമയത്തിനു ശേഷം രാവിലെ പാരണ വീടി വ്രതം പൂർണ്ണമാക്കാം. അല്പം ജലത്തിൽ തുളസീദളം, 1 നുള്ള് ചന്ദനം, കുറച്ച് ഉണക്കലരി ഭഗവത് സ്മരണയോടുകൂടി സേവിച്ച് വ്രതം പൂർണ്ണമാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥീ വ്രജോയം. ഭഗവൻ നിന്തിരുവടി നമിക്കുന്നവരുടെ മുമ്പിൽ എല്ലായ്പ്പോഴും സന്നിധാനം ചെയ്യുന്നു. അവർ ആവശ്യപ്പെടാത്ത കാമങ്ങളെയും പുരുഷാർത്ഥങ്ങളെയും പരമാനന്ദ സാന്ദ്രമായ ഗതിയെയും എപ്പോഴും അവർക്ക് നൽകുന്നു. ഇങ്ങനെ ഏവർക്കും ലഭിക്കാവുന്നതും അവധിയില്ലാത്ത ഫലം നൽകുന്നതുമായ പാരിജാതമാണ് നിന്തിരുവടി. അർത്ഥികളുടെ ഈ സമൂഹം ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള നിസാരമായ കൽപ്പവൃക്ഷത്തെ വെറുതെ ആഗ്രഹിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.